ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാമിലി ചാപ്റ്റേഴ്സ്. ഇന്ന് ഞാൻ കൂൺ തോരനാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോയാലോ? എനിക്കിവിടെ കുറച്ച് നാടൻ കുമ്മൾ കിട്ടി. ഇത് തോരൻ വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. മഷ്റൂം നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. 20 മഷ്റൂം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇനി മഞ്ഞൾപ്പൊടിയിട്ട വെള്ളത്തിൽ 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കാം. തോരത്തിന് ആവശ്യമായ 2 സവാള ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, ചെറിയ 3 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില, 1/2 കപ്പ് തേങ്ങ എന്നിവ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വയ്ക്കാം. പാൻ അടുപ്പിൽ വെച്ച് പാൻ നല്ല ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽമുളക് ഇടാം. അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ഇടാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കാം. കറിവേപ്പില ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. സവാള വഴണ്ട് വരുന്നത് വരെ വേവിക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം സവാള വേവിക്കേണ്ടത്. സവാള ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വെച്ച മഷ്റൂം ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് ഇളക്കി 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം മഷ്റൂം വേവിക്കേണ്ടത്. ഇതിൽ വെള്ളം ചേർക്കരുത്. ഓൾറെഡി മഷ്റൂമിൽ വെള്ളമുണ്ട്. ഏകദേശം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ച 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. മഷ്റൂം തോരൻ ഡ്രൈ ആയാണ് കിട്ടേണ്ടതെങ്കിൽ 1 മിനിറ്റ് തുറന്നു വെച്ച് വേവിക്കുക. കൂട്ടുകാരെ, അങ്ങനെ മഷ്റൂം തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ തോരൻ വെക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം.